ജോർജിയ മെലോനി ഉം. ഇറ്റലിയുടെ പ്രസിഡന്റ് ആണ്. കാണാൻ അതീവ സുന്ദരിയാണ്. 50 വയസ്സിന് മുകളിലുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അപ്പോ അവർക്കിപ്പോ കെയറിങ് ഏട്ടന്മാരുടെ നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരാളല്ലാത്തതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പക്ഷേ കെയറിങ് ഏട്ടന്മാർ അവരോട് പറയുകയാണ്, സൂക്ഷിക്കണം, നിങ്ങളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇറ്റലി തകർന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളുടെ ചങ്ക് തകരും. ഇതാണ് പറയുന്നത്. ആരാണ് ഇത്ര കെയറിംഗ് ഉള്ള ഏട്ടന്മാർ? കേരേട്ടന്മാർ കൂടും. കാരണം ഇത് ഒരു സുന്ദരിയായിട്ടുള്ള യുവതിയാണല്ലോ. അപ്പോ അതായത് ഈ അനക്ക് മരിക്കണ്ടേ പെണ്ണെ ടീംസും പിന്നെ ഇതൊരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്ന കുറച്ച് ടീംസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റും പിന്നെ പ്രസിഡന്റ്, അതായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയോട് എർദോഗൻ ഈ പുകവലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ ലോക്ക ഇനി പോരെ എന്ന് പറഞ്ഞു. ആര്? ഇമ്മാനുവൽ മാക്രോൺ. കാര്യം എന്ത്? ആശ നേരത്തെ പറഞ്ഞ് പോയി പണിയൊക്കെ അവര് പറഞ്ഞു. അത് നടക്കൂലടേ, ആ വേറെ മാറ്റിപ്പിടി, അത് നടക്കൂല, വേറെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അത് ഞാൻ മെലോണിയുടെ ഹെൽത്തിന് വേണ്ടി പറഞ്ഞതാ. ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് മെലോണി പറഞ്ഞു. അല്ല, അപ്പൊ മെലോണി പറഞ്ഞു എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം, പക്ഷെ ഇന്ത്യയായിട്ട് നീ കൂടുതൽ കളിച്ചാൽ ഇന്ത്യ തൂക്കുമെന്ന് പറയണ്ടായിട്ട്. അല്ല, നിനക്ക് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ത്യയായിട്ട് ഉടക്കാൻ പോവരുത് എന്ന് പറഞ്ഞു എർദോഗൻ. അല്ല, നീ അവർക്ക് എന്താണ് പാകിസ്ഥാനൊപ്പം വലിയ മറ്റേ ഡ്രോണുകൾ അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് രാജ്യം, നല്ല പട്ട സുഹൃത്ത്, പറയാൻ പറ്റിയ ടീം തന്നെ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞതിനകത്ത് മൊത്തം എന്താണ് അതായത് നമ്മളിവിടെ പാർട്ടി ഓഫീസ് തുടങ്ങി വെച്ചിരിക്കുന്നു. ഡിവൈഫൈയുടെ ഓഫീസ്, BJP-യുടെ ഓഫീസ് ഉള്ള പോലെ അവിടെ തീവ്രവാദ സംഘടനയുടെ ഓഫീസ് മൂലയിലും. അത് അവിടെ പരിപാടികളൊക്കെ നടത്തുന്ന, ഇപ്പൊ നമ്മളിവിടെ ആറ്റയിൽ പൊങ്കാല വരുമ്പോൾ ഡിവൈഎഫ്ഐ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയും BJP ഒക്കെ ആയിരിക്കും, RSS ആയിരിക്കും ആ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ അവിടെ പരിപാടി നടത്തുന്ന ലഷ്കർ ഇ തൈബയും നബിദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ലഷ്കർ ഇ തൈബ അടുത്ത കളി മസൂദ് അസറിന്റെ തവളച്ചാട്ടം എന്ന് പറഞ്ഞ് അത് ലഷ്കർ. ഇപ്പൊ മസൂദ് അസർ ഇപ്പൊ മറ്റേ പുതിയ പെണ്ണുങ്ങളെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് സംഭവം മനസ്സിലായെന്തോ, അതായത് അവിടെ ചെന്ന് കുറച്ച് മണ്ണ് ഇങ്ങനെ എടുത്തിട്ട് ഇതിന് ഞാൻ പകരം വീട്ടും അവരുടെ ഭാര്യമാരെ കൊണ്ട്. കാരണം വേറെ എല്ലാം തീർന്നു, ഇനിയിപ്പോ പെണ്ണുങ്ങൾ എങ്ങനെ ബാക്കിയുള്ളു. അതാണ് ഇപ്പൊ അവസ്ഥ. പെണ്ണുങ്ങള് നിനക്കിനി മതിയായില്ലല്ലേടാ. അല്ല, പെണ്ണുങ്ങള് അതായത് സംഭവം എന്താ മനസ്സിലായത്? ഓപ്പറേഷൻ സിന്ദൂറില് ഈ പറയുന്ന 2 വനിതകൾ ഇറക്കിയത് ഇവന്മാർക്ക് കൊണ്ട് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവരെ കൊന്നത്, ഈ മരണപ്പെട്ട തീവ്രവാദികൾ 2 പെണ്ണുങ്ങളാണ് ബോംബിട്ടെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ പോക്ക് കാര്യം തീർന്ന്. ആ മരണത്തിൽ ഇവന്മാർക്ക് സ്വസ്ഥത കാണൂല എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാല് 2 പെണ്ണുങ്ങളാണ് നമ്മളെ കൊന്നത്. ആ ബോംബ് വീഴുന്നതിന് മുന്നേ അറ്റാക്ക് വന്ന് മരിച്ചാവും. മനസ്സിലായ? പെണ്ണുങ്ങൾ നമ്മളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാണ് മോദി ഉദ്ദേശിച്ചത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് സ്ത്രീകളെ കൊണ്ട് അതിന് നേതൃത്വം കൊടുത്തത് അതുകൊണ്ടാണ്. അതിലൊരു മുസ്ലിം വനിതയുണ്ട്. അതിൽ ഇനിമാർക്ക് ഒരു പണി വേറൊന്നുമില്ല. അപ്പൊ ഞമ്മളും അതേ ടെക്നിക്ക് തന്നെ പിടിക്കും. സഹോദരന്മാരെ കൊന്നവരെ ഭാര്യമാരെ വെച്ച് ഞമ്മളും പയറ്റും. അവര് ഒന്നല്ലൊന്നും അല്ലല്ല, 12 ഭാര്യമാരും 32 മക്കളും കാണും. അപ്പൊ ഈ ഒരു ടീമിൽ തന്നെ ഒരുത്തന് 12 എണ്ണം കാണും, മറ്റവന് 15. അപ്പൊ കുറെ വരുമല്ലോ. സൈനികരെ കൊണ്ട് ഇനിയിപ്പോ കൂടും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ യുദ്ധത്തിന് വരുന്ന നിങ്ങളുടെ നെഞ്ചിൽ തുള വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്, അതിൽ സംശയമില്ല. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന് ഒരു രീതിയിലും അതിനുള്ള റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടായിരിക്കും ഇന്ത്യൻ ആർമി ചെയ്യുന്നത്. മാനഭംഗം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മളെ ഇന്ത്യൻ സൈനികനെ പോലും അവരെന്തെല്ലാം ചെയ്യും. സൈനികനെ കിട്ടിയാൽ പോലും ഏതെല്ലാം രീതിയിലുള്ള ആ ശരീരത്തിനെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, ജീവനോടെ നമുക്കറിയാം. 56 ആണിയാണ് നമ്മുടെ ഒരു സൈനികന്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ അതെ, മലദ്വാരം വഴി ബിയർ ബോട്ടിൽ അടിച്ചു കയറ്റുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് അങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോഴാണ് കണ്ണ് ചൂന്നെടുക്കുക, ജനനേന്ദ്രിയങ്ങൾ വെട്ടിയെടുക്കുക ജീവനോടെ ഇരിക്കുമ്പോൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും തന്നെ നിങ്ങളുടെ സ്ത്രീകൾക്ക് ഒറ്റ ബുള്ളറ്റിൽ തീർക്കും, വേറെ പരിപാടി. ഇപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറില്
ക്ഷമിക്കും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗം 2ാം ഘട്ടമായിട്ട് നടന്ന ഓപ്പറേഷൻ മഹാദേവില് പെഹൽഗാം തീവ്രവാദികൾ നമ്മൾ പിടികൂടി. ഈ പെഹൽഗാം തീവ്രവാദികളെ ബുള്ളറ്റിൽ തീർത്തേക്കാണ്. നമ്മളോട് ടോർച്ചർ ഒന്നും ചെയ്തിട്ടില്ല. അജ്മൽ കസബിന് ഇതും കൊടുക്കും, ഡെഡ് ബോഡി നമ്മൾ വിട്ടുകൊടുക്കും. അജ്മൽ കസബിന് പോലും നിയമപരിരക്ഷ കൊടുത്ത രാജ്യമാണ്. തഹാവൂർ റാണയ്ക്ക് നിയമപരിരക്ഷ കൊടുക്കുന്നില്ലേ? ജയിലിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ അഭിഭാഷകരെ വെച്ച് നിയമപരിരക്ഷ കൊടുക്കുന്നുണ്ടല്ലോ. അത് അവർ പറയുന്നത് പിന്നെ ജീവൻ ഒരു കുറ്റവാളിയാണെങ്കിൽ അയാൾക്കും എന്താ പറയുക, നിയമത്തിന് മുന്നിൽ ഒരേ രീതിയാണ്. അയാൾക്കും നമ്മളുടെ അടുത്ത് ഒരുത്തനും ചോദിക്കാൻ വരില്ല, നിങ്ങളൊന്നുള്ള അവനെ തൂക്കിക്കൊല്ലാൻ പോകുന്നു ചോദിക്കാൻ വരും. ഒരുത്തൻ ചോദിക്കാൻ വരും. പാകിസ്ഥാനിലെ ഭീകരവാദികളെ തൊട്ടാൽ ചോദിക്കാൻ വരുമടാ ഒരുത്തൻ വരും, അവൻ പേര് താൻ രാഹുൽ മൊണ്ണ. അങ്ങോട്ട് മാറിയില്ല, അവന് അത്രയേ ഉള്ളൂ. അവൻ്റെ അടുത്തേക്ക് അങ്ങനെ പറഞ്ഞില്ല. നമ്മളുടെ മറ്റൊരു രാജ്യം നമ്മൾ ചോദിക്കാൻ വരില്ല. അതായത് ഇപ്പോ എന്തിന് പാകിസ്ഥാൻ പോലും നമ്മളോട് ചോദിക്കില്ല, എന്തിനാണ് നിങ്ങൾ തൂക്കിക്കോ? കാരണം അത് നമ്മുടെ ആളല്ലെന്ന് തന്നെ ഇവര് പറയുന്ന ഇങ്ങനെ ചോദിക്കും. അല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ സമയമായിരുന്നെങ്കിൽ പോലും എന്താണ് യു എസിന് പോലും അത് പറയാൻ പറ്റില്ല. നിങ്ങളെ പിടികൂടിയവരെ തൂക്കിക്കൊല്ലരുത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ പരീക്ഷ കൊടുക്കുന്നത് അത് ഈ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ പാരമ്പര്യമാണ്. അതെ അതെ. അപ്പൊ കുറ്റവാളിക്കും നീതി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് 166 പേരുടെ ജീവൻ എടുത്തതിന് ശേഷം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വന്ന് പറഞ്ഞതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തതെന്നാണ് പി ചിദംബരം പറഞ്ഞത്. അന്ന് 22കാരനായ കയ്യിൽ ചുമന്ന ചരടും കറുത്ത ചരടും ഒക്കെ കെട്ടിയിരുന്ന അജ്മൽ കസബിനെ നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനോടെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് മുഴുവൻ ഹിന്ദു സംഘടനയുടെ നെഞ്ചത്ത് വെച്ചനെ. ഹിന്ദു സംഘടനകൾ കയറി അതിന്റെ തന്ത്രപരമായ പ്ലാനിങ് ആണ് നടന്നത്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തിനെ വിളിച്ചു, ദൈവം ഉണ്ടെന്ന് ചില സമയങ്ങളിൽ നമ്മൾ ആ ദൈവമാണ് ആ പോലീസുകാരൻ. അത് കൃത്യമായി അവനെ പിടിച്ചതുകൊണ്ട് ഇത് പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്ത് വിട്ട അല്ലെങ്കിൽ പാകിസ്ഥാൻ പഠിപ്പിച്ചു വിട്ട ഒരുത്തനാണ് വന്ന ഭീകരവാദിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലായിരുന്നുവെങ്കിലോ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും തീരാത്ത കളങ്കമായി കിടന്നേനെ. അതെ, ഈ പാകിസ്ഥാനാണ് ഡ്രോണുകൾ കൊടുത്ത് ഇവൻ സഹായിച്ചത്. ആര്? എർദോഗൻ. എന്നിട്ട് ഇപ്പം അവിടേക്ക് ഒരു ചരക്ക് വിമാനം വന്ന് എന്തിന് നമ്മുടെ ആകാശ മിസൈൽ 350 ഡ്രോണുകളാണ് അടിച്ചിട്ടത് പാകിസ്ഥാൻ. എന്നിട്ട് ആ ഡ്രോണുകൾ പരിശോധന നടത്തിയപ്പോൾ അതിൽ മുഴുവൻ ടർക്കിഷ് ഡ്രോണുകളൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്ന മെലോണിയുടെ സൈഡിൽ കൈയും കൊടുത്തിട്ട് പുകവലി നിർത്തണം കേട്ടോ. അല്ല, ഇന്ന് ട്രംപിന്റെ അടുത്ത് എന്ന് പറഞ്ഞ മെലോണിയും ഉണ്ട്, ട്രംപും ഉണ്ട്, ഷെരീഫും ഉണ്ട്. അപ്പൊ പറഞ്ഞ് ട്രംപ് 9 രാജ്യങ്ങളെ സമാധാനത്തിന്റെ നേർവഴിക്ക് കൊണ്ടുവന്നെന്ന്, അതിൽ ഇന്ത്യയും പെടുവന്നു. അപ്പൊ മെലോണി എന്റെ അമ്മോ തൊള്ളല്ലേടാ തള്ളല്ലേ ഇങ്ങനത്തെ ആ പടം ചിത്രമൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത്. പൊന്നെ ഇങ്ങനത്തെ തള്ളല്ലേടാ, ഞാൻ മോദിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാമോ, നിന്റെ അടപ്പൂരിപ്പിക്കും ഞാൻ. അല്ല, അത് മാത്രമല്ല, ഈ ഇദ്ദേഹം എർദോഗൻ പറഞ്ഞതിന്റെ പൂർണ്ണ രൂപ സെന്റൻസ് കേൾക്കണ്ടേ? നിങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു, വളരെ സുന്ദരിയായി കാണപ്പെടുന്നു, ഞാൻ നിങ്ങളോട് പുകവലി നിർത്താൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെയാണ് എർദോഗൻ മെലോണിയോട് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടിട്ട് മെലോണി ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് പോയി, ഒന്നും പറഞ്ഞില്ല, മറുപടി ഒന്നും പറഞ്ഞു. പുകവലി നിർത്തായി അന്നേക്ക് മരിക്കണ്ട പെണ്ണെ, ഇതാണ് ചോദിച്ചത്, അതാണ് ഉദ്ദേശിച്ചത്. പുകവലിയൊക്കെ സ്ത്രീകൾ പുകവലിക്കാനൊന്നും പാടില്ലെന്ന് ഇയാൾ ഏതെങ്കിലും ഒരു ഒരു പുരുഷ നേതാവിനോട് ഇങ്ങനെ പറയുമോ? താങ്കൾ സുന്ദരനായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പേരുണ്ട്, എന്താ ഞരമ്പ് കഴപ്പ്. അല്ല, ഇത് അത് തന്നെയാണ്. ഇത് ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീ വരുന്നെങ്കിൽ അവര് ലോക നേതാവാകുമ്പോ ഇദ്ദേഹത്തിന് പുകവലി നിർത്തണം, വെള്ളമോടി നിർത്തണം, മുട്ടിന് താഴെ ഈ പറയണവൻ ആ പാകിസ്ഥാനോടൊന്ന് ഭീകരവാദം നിർത്താൻ അവൻ എപ്പോഴെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? മെലോനിയുടെ ആരോഗ്യത്തിനോട് ഇത്ര ആകാംക്ഷ ഉള്ളവൻ ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ ജനങ്ങൾ ഭീകരവാദം കൊണ്ട് ഇതില്ല ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ ഷെരീഫേ നീങ്ങ വാ ആ ഭീകരവാദത്തെ നിർത്തി എന്ന് എപ്പോഴെങ്കിലും പറയുന്നതായിട്ടുണ്ടോ? അത് അവരുടെ അരികിൽ നിന്നിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇത് കേട്ടോണ്ടിരിക്കുക, സംഭാഷണം എല്ലാം കേട്ടോണ്ടിരുന്ന ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് എർദോഗന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് പറയുകയാണ്. എന്താണ് ഡേ അത് നടക്കൂല. അപ്പൊ ഇവൻ പറഞ്ഞ എന്താ അപ്പൊ ഇങ്ങനെ മെലോണി ഇങ്ങനെ നോക്കി എന്താ അല്ല മറ്റേ പുകവലി മെലോണി നിർത്തൂല എന്ന് പറഞ്ഞപ്പോ അതെ മെലോണി ഇങ്ങനെ അതെ ഞാൻ പുകവലി നിർത്തില്ല എന്ന് പറഞ്ഞാൽ പോയി. എന്നിട്ട് പറഞ്ഞിട്ടേ ഞാൻ നടക്കൂല എന്ന് പറഞ്ഞാൽ അതല്ല, ഇത് നടക്കൂല. ഏത് ഈ ലൈനെ ഞാൻ നോക്കിയതാ പണ്ട്, ഈ ലൈൻ നടക്കൂല, പുകവലി നമ്മൾ
നടക്കില്ല എന്ന് പറഞ്ഞ്. അപ്പം അത് കൊണ്ടിട്ട് അത് എർദോഗാൻ പറഞ്ഞല്ലേ, ഞാൻ നമ്മളെ കാലത്തേക്ക് ഒരു ടെക്നിക്ക് ഒന്ന് പയറ്റി നോക്കിയതാ എന്ന് പറഞ്ഞ്. എന്തായാലും ട്യൂണീഷ്യൻ പ്രസിഡന്റ് കൈസ് സയ്യിദ് ഉൾപ്പെടെയുള്ള ആഗോള നേതാക്കളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പുകവലി സഹായിച്ചു എന്നാണ് ഇറ്റാലിയൻ പ്രസിഡന്റ് ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ പുകവലി കാരണം ഇവരെയൊക്കെയുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സ്ഥാപിച്ചു എന്നുള്ളതാണ് പറയുന്നത്, സഹായിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ കേരട്ടന്മാരെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഒരു സ്ത്രീ ഒന്ന് സുന്ദരിയായി പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ചു. രാഷ്ട്രീയത്തിലായിക്കോട്ടെ അല്ലേ, ഞാനൊക്കെ രക്ഷപ്പെട്ട് സൗന്ദര്യം ഇല്ലാത്ത